നമ്മുടെ ശരീരത്തില് ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാല്, ഈ ക്രിയാറ്റിൻ കുറക്കാൻ വേണ്ടിയിട്ട് മരുന്നുണ്ടോ? ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. നമുക്ക് ശരീരത്തില് ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാല്, ക്രിയാറ്റിൻ കൂടിയതിനെ കുറക്കാനായിട്ട് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മരുന്നില്ല. അത് മോഡേൺ മെഡിസിൻ എന്നല്ല, ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിലും കൂടിയ ക്രിയാറ്റിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് മാത്രം ഒരു മെഡിസിൻ നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല. ചില ആളുകൾക്ക് ഇപ്പൊ ഷുഗറുള്ള ആളുകൾക്കൊക്കെ കാലിന് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇപ്പൊ ഹൃദയത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ചില മെഡിസിൻ കാരണമൊക്കെ താൽക്കാലികമായിട്ട് ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ അത് കുറഞ്ഞു വരും. ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു 1.5 കുറച്ചൊക്കെ കൂടി ഒരു 2, 2.5 അല്ലെങ്കിൽ 2.8 ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവർ ഇൻഫെക്ഷനോ ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡി ആയി കഴിഞ്ഞാൽ അത് കുറഞ്ഞ് വീണ്ടും അവർക്ക് മുമ്പ് എത്രയായിരുന്നു ആ ഒരു ക്രിയാറ്റിനിലോട്ട് സ്വമേധയാ നമ്മുടെ ശരീരം കുറച്ചു കൊണ്ടുവരും. അത് നോർമലാ. അല്ലാതെ ആ ക്രിയാറ്റിൻ കുറക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു മരുന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ക്രിയാറ്റിൻ ഏതെങ്കിലും ഒരു പേഷ്യന്റ്, ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ക്രിയാറ്റിൻ കുറച്ച് കൂടി ഒരു 2 അല്ലെങ്കിൽ 2.4 ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് ക്രിയാറ്റിൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് അന്വേഷിച്ച് നടക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ടത് ആ 2.5 അല്ലെങ്കിൽ 3 ക്രിയാറ്റിനുള്ള ആ ഒരു വ്യക്തി ഡയാലിസിസ്ക്ക് പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് ഒരു ഡയാലിസിസിലോട്ട് എത്തുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അദ്ദേഹത്തിന്റെ BP കൺട്രോൾ ആണോ, അദ്ദേഹത്തിന്റെ ഷുഗർ കൺട്രോൾ ആണോ, അദ്ദേഹത്തിന്റെ മൂത്രത്തിൽ പ്രോട്ടീൻ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ, പ്രോട്ടീൻ ലീക്ക് കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് മെഡിസിൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ, അദ്ദേഹത്തിന് ക്രിയാറ്റിൻ കൂടാൻ അദ്ദേഹത്തിന് റിക്കറന്റ് ആയിട്ട് മൂത്രത്തിൽ അണുബാധ വരിക, അങ്ങനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം കഴിക്കുന്ന ഏതെങ്കിലും മെഡിസിൻ കാരണം അദ്ദേഹത്തിന് ക്രിയാറ്റിൻ കൂടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കിഡ്നി ഫർദർ ഡാമേജ് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. അതേപോലെ ആ കിഡ്നിയിൽ നിന്ന് പ്രോട്ടീൻ നഷ്ടപ്പെടുന്നതിന് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഈ ഒരു വ്യക്തി ഡയാലിസിസ്ക്ക് പോവാൻ, അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ നമ്മളിപ്പോൾ പ്രോട്ടീൻ ലീക്കൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഡയാലിസിസ്ക്ക് പോകും. അപ്പോൾ ഈ പ്രോട്ടീൻ ലീക്കും BP ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് ഡയാലിസിസ് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ആലോചിക്കേണ്ടതും നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യേണ്ടതും അതിനെക്കുറിച്ചാണ്. അതല്ലാതെ ഒരു മാജിക് മരുന്ന് കൊടുത്തിട്ട് ക്രിയാറ്റിൻ 3ന്ന് 1 തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു മെഡിസിൻ നമുക്ക് ഇന്ന് ഒരിക്കലും അവൈലബിൾ ആയി